അപ്പം ഞാൻ OTT വന്നിട്ടുള്ളൊരു ഒരു അടിപൊളി പടത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്രീകാന്ത് എന്ന സിനിമയാണ്. ഇതിലെ ഡയറക്ടർ വന്നിട്ട് തുഷാർ എന്താണ് ഹരാനന്ദിനി, അങ്ങനെ ഒരു പുള്ളിയാണ്. ഇതൊരു ബയോപിക്കാണ്. ബോളൻഡ് ഇൻഡസ്ട്രീസിന്റെ ഹെഡായ ശ്രീകാന്തിന്റെ തന്നെ ഒരു ബയോപിക് മൂവിയാണ്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഒരു കമ്പനിയുടെ ഹെഡായി മാറി എന്നുള്ള ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നല്ല ഒരു എന്റർടൈനിങ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല ഇൻസ്പയറിംഗ് ആയിരുന്നു. കാരണം ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു മകനായി ജനിക്കുന്നു. ഒരു പലരും ചുറ്റുമുള്ളവരെല്ലാവരും പറയുന്നു കണ്ണു കാണാത്ത ആളാണ്, ഇപ്പം വളർന്നൊന്നും ചെയ്യാനില്ല, അങ്ങനെ കൊന്നു കളഞ്ഞിരിക്കുന്നു പറയുമ്പോൾ ആ അച്ഛൻ ആ കുഴിമാടം വെട്ടി ആ അടുത്ത് വരെ എത്തിയതിന് ശേഷം തിരിച്ചെടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഒരു ഭയങ്കര ഒരു ഇമോഷണലി ഭയങ്കര ഹുക്കാണ്. അത് കഴിഞ്ഞ് പിന്നീടും സൊസൈറ്റി അവരെ ആ രീതി തന്നെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കും, കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും. എന്നാൽ അവർക്ക് കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ദേവിക ടീച്ചറായാലും അവനെ എടുത്ത് നല്ല വിദ്യാഭ്യാസം നൽകുകയും സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുകയും ചെയ്ത തൻ്റെ ടീച്ചർ, അങ്ങനെ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ആള് ഇവിടെ എന്നെ ഇന്ത്യക്ക് ആവശ്യമില്ല. അപ്പം പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ശ്രീകാന്ത് എന്ന ക്യാരക്ടറിൻ്റെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. തനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ, കണ്ണു കാണാത്തത് കൊണ്ട് കാര്യമില്ല, കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പാർഷ്യലി നമ്മളെ മാറ്റി നിർത്തുന്നത്, കഴിവാണ് നോക്കേണ്ടത്, അല്ലാതെ കണ്ണില്ലാത്തത് കൊണ്ട് ഒരാളുടെ കഴിവ് കുറച്ച് കാണരുത് എന്ന രീതിയിലുള്ള പുള്ളിയുടെ ഒരു ഇതുണ്ട്. പുള്ളി ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ എന്തുകൊണ്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ സയൻസ് ഗ്രൂപ്പൊക്കെ എടുക്കുന്നുണ്ട്. അതിന് ശേഷം പുള്ളി പറയുന്നുണ്ട് എനിക്ക് ഇനിയും ഇങ്ങനെ ലീഗലി ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫോറിനിൽ ഓട്ടോമാറ്റിക്കായിട്ട് MIT പോലുള്ള വലിയൊരു കോളേജിൽ വിദ്യാഭ്യാസം നേടുകയും തിരിച്ച് വരാൻ മടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ദേവിക ടീച്ചർ എന്നുള്ള ക്യാരക്ടർ നമ്മുടെ ജ്യോതികയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡീസൻ്റായി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചന്ദ്രമുഖിയിലെ പോലെ ലൈറ്റൊക്കെ അടിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല, നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരാൻ ഈ നിന്നെപ്പോലെ കുറേ പേർക്ക് ഒരു ഇൻസ്പയറിങ് ആയിരിക്കും, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു തിരിച്ചു വരവുണ്ട്. പിന്നീട് ഒരു സ്വന്തമായി ബിസിനസ് തുടങ്ങുകയും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു പ്രസൻസ് സിനിമയിലുണ്ട്. അത് തന്നെ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു ശരിക്കും. കാരണം ഒരു വേദിയിലെ സ്റ്റുഡൻസിനോട് ചോദിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് എനിക്ക് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രസിഡന്റ് ഇൻ ഇന്ത്യ ആവണം എന്ന് പറയുമ്പോൾ കുട്ടികൾ വരെ ചിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ചിരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ആ കുട്ടിയുടെ ഒരു വിഷൻ എന്തായിരിക്കുന്നു. അങ്ങനെ ആ ബിസിനസ് സ്റ്റിൽ ആ ഒരു സ്വപ്നം ബാക്കിയാണ്. പുള്ളി ബോളൻഡ് ഇൻഡസ്ട്രീൻ്റെ ഹെഡാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ടേൺ ഓവർ പോകുന്നുണ്ട്. സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് തൻ്റെ സപ്പോർട്ടിങ് ആയിട്ട് തൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾ വരുന്നതാണ് രവി. എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. രവി എന്നുള്ള ക്യാരക്ടർ ഭയങ്കര സോളുള്ള ക്യാരക്ടറാണ്. അത് വെൽ റിട്ടൺ ആയിട്ടുള്ള, അത് പ്രകടനത്തിലായതും പുള്ളി ആ ആക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തു പറയേണ്ടത് ഫൈനലി മിസ് ചെയ്താണ് പറയാൻ, രാജ്കുമാർ റാവു പുള്ളിയുടെ ഒരു അസാധ്യ പെർഫോമൻസ് ഉണ്ട് സിനിമയിൽ. ശ്രീകാന്ത് എന്ന ലീഡ് റോൾ ചെയ്തിരിക്കുന്ന പുള്ളിയുടെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. വലിയ വലിയ പുരസ്കാരങ്ങൾ എന്തായാലും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പെർഫോമൻസ് ആണ്. സോ അങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നു. സപ്പോർട്ടീവായിട്ട് രവി എന്ന ആൾ വരുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ ലൈഫ് പുള്ളി അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ളതൊക്കെ ഓരോന്നായി അച്ചീവ് ചെയ്യുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് നമുക്കറിയാം പുള്ളി തന്നെ ഒരു ഇൻഫീരിയോറിറ്റി ഇല്ലാത്ത ഒരാൾ തന്നെയാണ്. പക്ഷെ പുള്ളിക്കൊരു ഈഗോ ഉണ്ട്. ഞാൻ കണ്ണ് കാണാത്തത് കൊണ്ട് എനിക്ക് സാധിക്കാൻ പറ്റാത്ത ഒന്നുമില്ല, എനിക്ക് പറ്റും, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, ഞാൻ ഇതുവരെയാണ് എത്തിയതെന്നുള്ള രീതിയിൽ ഒരു തലത്തിലോട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതായത് എന്തൊക്കെതായാലും മനുഷ്യൻ ആ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ അന്നേരം ഒരു വെളിപാടുണ്ട്. ദേവിക ടീച്ചറിൻ്റെ ഒരു പുള്ളിയോടുള്ള ഒരു സമീപനം കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടാണ് ഇത്രയും കാരണം ഇതായത്. അല്ലാണ്ട് ഒരാളുടെ ഒരു പുള്ളിക്ക് താനാണ് ഹീറോ എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു തലക്കനം പോലെ പതിയെ കയറി പോകുന്നുണ്ട്. കൂടെ നിന്നവരൊന്നും അല്ല, എൻ്റെ ഒരു ഇത് കൊണ്ടാണ് ഞാൻ. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും നമ്മൾ, അതൊന്ന് ഡൗൺ ആകുമ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കരമായിട്ടൊരു അടി കിട്ടുന്നുണ്ട്. സോ അതും വളരെ നന്നായി തന്നെ കാണിച്ചിട്ടുണ്ട്. റൈറ്റിങ്ങിലായാലും പുള്ളിയുടെ പെർഫോമൻസിലായാലും. പിന്നീട് അതൊരു മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് എത്തി. തൻ്റെ ഒരു ലാസ്റ്റ് ഒരു സ്പീച്ച് ഉണ്ട് ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം, അതൊക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു.
സോ നല്ല സോളുള്ള ക്യാരക്ടേഴ്സാണ് ശ്രീകാന്ത്, ദേവിക ടീച്ചർ ആൻഡ് രവി എന്നുള്ള ക്യാരക്ടേഴ്സൊക്കെ. ഭയങ്കര ബ്രില്യൻറ്റ് റൈറ്റിംഗ് ആണ്. ഇപ്പം സ്വാതി എന്നുള്ള ഹീറോയിനും ആയാലും സിനിമ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. കാരണം നമ്മുടെ കുറവുകളെ കൊണ്ട് ആയിരിക്കരുത് ആൾക്കാരെ കൊണ്ട് നമ്മളെ തിരിഞ്ഞു നോക്കാൻ കഴിയും. കാരണം അയ്യോ നമുക്കറിയാം ഒരു കണ്ണ് കാണാത്ത ഒരാളിനെ കുറിച്ചുള്ള പൊതുവേ സൊസൈറ്റി എന്തായിരിക്കും ചിന്തിക്കുക. കാരണം പുള്ളി കണ്ണ് കാണാനല്ലോ പാവം, വല്ല ജോലിയും ചെയ്ത് ജീവിക്കാം, അങ്ങനെ അതൊരിക്കലും സാധ്യമില്ല. എന്തുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിക്കൂടാ എന്നുള്ള ശ്രീകാന്തിന്റെ ചോദ്യത്തിൽ നിന്നും തുടങ്ങി. പക്ഷെ ആ ഒരു അഹങ്കാരം ഒരു ഉന്നതിയിലെത്തുമ്പോഴാണ് ദേവിക ടീച്ചറിന്റെ ഒരു മുഖഭാവമൊക്കെ ഉണ്ട്. അത് ജ്യോതിക നല്ല ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഖഭാവത്തിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങനെയാണ്. അങ്ങനെ ഒരിക്കലും പാടില്ല. അത് ആരായാലും സ്വന്തം നിലയിലില്ല. അപ്പോൾ ലാസ്റ്റ് ശ്രീകാന്തിന്റെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല ഹീറോ, ശരിക്കും ഹീറോ ഇതേപോലെയുള്ള ആളുകളെ ഉണ്ടാക്കിയ ദേവിക ടീച്ചറും രവിയുമാണ്. കാരണം ഒരിക്കലും ഒരു സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, വലുതാകുന്ന സമയത്ത് കൂടെ കുറച്ച് പേരുണ്ടാവും, അവരെ വിശ്വസിച്ച് അവരുടെ കൂടെ നിന്ന് കുറച്ച് പേരുണ്ട്, അവരെ എണീറ്റ് പറക്കാൻ സാധിച്ച കുറച്ച് പേരുണ്ട്, അവരൊന്നും മറക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലുമുണ്ട്. സോ വെരി ടച്ചിങ് ഇൻസ്പിറേഷണൽ ബയോപിക് ആണ് ശ്രീകാന്ത്. അപ്പോൾ തീർച്ചയായിട്ടും OTT-യിലുണ്ട്, നിങ്ങൾ പോയി കാണുക. ഇത് നല്ലൊരു സിനിമയാണ്. സോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.